ന്യായപ്രമാണം തന്നെ എന്തിനാണെന്ന് ഞാൻ പറയാം. ന്യായപ്രമാണം മനുഷ്യന് ദൈവം കൊടുത്തത് ദൈവത്തിന്റെ നീതിയും മനുഷ്യന്റെ പാപവും വേർതിരിച്ച് കാണിക്കാനാണ്. ഞാൻ വിശുദ്ധനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടും നീ പാപിയാണെന്ന് നിനക്ക് തന്നെ ബോധ്യപ്പെടുവാനും നിന്റെ പാപത്തിന്റെ ശിക്ഷ ഈ പരിശുദ്ധനായിരിക്കും ദൈവം നൽകി തരുമെന്ന് ഉറപ്പിക്കാനാണ് ന്യായപ്രമാണം കൊടുത്തത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ദൈവം നിയമം കൊടുത്തത്, കത്തോലിക്ക പറഞ്ഞ നിയമം കഴിക്കുന്നത്, നിയമം കൊടുത്തത് ദൈവത്തിന്റെ പരിശുദ്ധ മോഹിക്കരുതെന്നൊരു കൽപ്പന വന്നപ്പോൾ അതെന്താണ്? ദൈവത്തിൽ മോഹമില്ല. അപ്പൊ ദൈവത്തിന് വിരുദ്ധം, ദൈവത്തിൽ മോഷണമില്ല, ഉണ്ടോ? ദൈവത്തിൽ വ്യഭിചാരമില്ല, ദൈവത്തിൽ എന്താണ്? കൂട്ടുകാരൻ്റെ ഒന്നിനെ മോഹിക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം ഇല്ലാത്ത ഒരുവനെ ദൈവം, അല്ലെങ്കിൽ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, എനിക്കൊന്ന് 3:16 പറയുന്നത്, അത് 1:16 പറയുന്നുണ്ട്, അവന് ഗതി ഭേദത്താലുള്ള ആച്ഛാദനം ഇല്ല. മനസ്സിലല്ലേ? അപ്പൊ എന്താണ്? അവനിങ്ങനെ നമ്മളെ പോലുള്ള വൈകാരിക ഭാവം ആർക്കില്ല? ദൈവത്തിനില്ല. അപ്പൊ അത് നമുക്കുണ്ട്, അത് പാവം. ദൈവത്തിന് മുമ്പിൽ അത് കുറ്റകരമാണ്. അപ്പൊ നിനക്ക് എന്തുണ്ട്? കുറ്റം ഉണ്ട്. കുറ്റമുണ്ടെന്ന് നിനക്ക് തെളിയിക്കുക മാത്രമല്ല, കുറ്റത്തിന് ശിക്ഷയും ഉണ്ടെന്ന് തെളിയിക്കാനാണ് ന്യായപ്രമാണം കൊടുത്തത്. അല്ല, ന്യായപ്രമാണം നമ്മളെ രക്ഷിക്കാനല്ല, നമ്മളെ ശിക്ഷിക്കാൻ.